നമ്മൾ അമ്പലത്തിൽ പോവാണല്ലേ? നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. ഇവിടെ അച്ഛൻ പൂണുണ്ട്, ദോശമാവും കൊണ്ട് നടക്കുകയാണ്. മുത്തശ്ശി ഏതാ വരുന്നു? മുത്തശ്ശി എങ്ങടാ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് ന്യൂ ഇയറിന് എങ്ങടാ നടക്കണേ? ഓ ആയിക്കോട്ടെ. ആണോ? ആ അപ്പൊ ഞങ്ങൾ എന്നാ പോയിട്ട് വരാം കേട്ടോ. കൃഷ്ണന്റെ അമ്പലാണേ. കൃഷ്ണന് ഇഷ്ടല്ലേ? ഓ ഏറ്റവും കൂടുതൽ ഇഷ്ട ദൈവം ഏതാ? ആണോ? അപ്പോ ന്യൂ ഇയർ ആയിട്ട് എന്തേലും പറയൂ എല്ലാവരോടും. അത്രേ ഉള്ളൂ? എന്തെങ്കിലുമൊക്കെ പറയൂ. കുഞ്ഞാവയുടെ അപ്പിടലും മൂത്രമൊഴിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. എന്ത് കുഞ്ഞാവ് കുളിക്കണേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അതുവരെ കാത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചു. അതെ. നമ്മുടെ ചാനൽ കാണുന്ന കുറേ പേരെ പരിചയപ്പെട്ടു. ഉദയാസ്തമന പൂജ ചെയ്യുന്നത് അവരാണെന്ന് പറഞ്ഞു. വാര്യത്തെ ഇന്നലെയും കൂടെ മുത്തശ്ശിയുടെ കുട്ടുമ്മക്കുട്ടു കണ്ടതേ ഉള്ളൂ. അവര് പറഞ്ഞു ഡാൻസ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രായത്തിലും ഡാൻസ് കളിക്കണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതന്നെ കോട്ടക്കലില്ലേ? കോട്ടക്കൽ വാര്യല്ലേ? കോട്ടക്കൽ ആയുർവേദശാല. അവിടുത്തെ വാര്യത്തെ ഇവിടെ വരലുണ്ട് ഇത്രേ. അവര് സപ്തതിയോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഇവിടെ വരലുണ്ട് ഇത്ര. ഈ അമ്പലത്തിൽ എന്നും രാവിലെ ഇറനോടെ കുളിച്ച് തൊഴിലൊക്കെ ഉണ്ട് ഇത്ര. അധികം എന്നും വരലുണ്ട് ഇത്ര. കോട്ടയ്ക്കൊന്നും ആവില്ല. അപ്പൊ അവര് വീട് ഇവിടെ അങ്ങാടിപ്പുറാണ്. കോട്ടയ്ക്കലൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഈ ബന്ധുക്കളെ തന്നെ അല്ല അങ്ങനെ അറിയില്ല. ഒരു നല്ല പ്രായമൊന്നുമില്ല. അല്ല 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 ഒരു തിരുമാന്താംകുന്ന് അമ്പലത്തിന്റെ അവിടെ ഉള്ളൊരു വാര്യത്തെയാണെന്നാ പറഞ്ഞ്. അമ്മ അതാ ഭയങ്കര ദോശപ്പണിയിലാണ് അല്ലേ അമ്മേ? കുട്ടികൾക്കൊക്കെ വേണ്ട എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അതെ, ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് നമുക്ക് കുട്ടികളെ കൊണ്ടുപോവാൻ സംഗീതപ്പോഴും സുനിലും വരുന്നുണ്ടല്ലേ അമ്മ? അതെ അതെ അതെ. അമ്മ സംഗീതോപ്പോൾ എന്ന് പറയുമ്പോ ആൾക്കാർ വിചാരിക്കും. ഞാൻ അമ്മൂനെ പറഞ്ഞുകൊണ്ടാണ് സംഗീതപ്പോഴും സംഗീത സുനിലും പറയുമ്പോ. അതെ. ഇന്നലെ രാത്രി കൂടെ ഞങ്ങള് വീഡിയോ കോൾ ചെയ്ത് കിടന്നേ ഉള്ളൂ. അപ്പൊ അവര് വരുന്നുണ്ട്. ചെറിയ രീതിയിൽ എന്തായാലും സദ്യ ഉണ്ടോ? അല്ല സദ്യയല്ല, ഒരു അവിയലുണ്ടാക്കാം. അതുപോലെ ഉപ്പേരി, സാമ്പാറ്, പായസം. മുത്തശ്ശി സ്പെഷ്യൽ ആയിട്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ? അതെ. നമുക്ക് ന്യൂ ഇയർ അല്ലേ? അതെ. അമ്മ അമ്പലത്തിൽ എപ്പോഴാ പോയ? രാവിലെ പോയോ? ഞാൻ നേരത്തെ പോയോ. തിരക്കുണ്ടായിരുന്നില്ലേ അമ്മ പോയപ്പോ? അത്ര തിരക്കില്ല. ഞങ്ങള് പോയപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ വരുന്നേ ഉണ്ടാവുള്ളൂ, അതാണ്. പിന്നെ ഉദയാസ്തമന പൂജ ഉണ്ടല്ലോ ഒന്ന്. അവിടെ മുത്തശ്ശി എന്തോ ചെയ്യുന്നുണ്ട്. പോയോക്കട്ടെ കേട്ടോ. എന്താ പോവാ? ഓക്കെ ഓക്കെ. അയ്യോ എന്ന് പറയണ്ട. അപ്പൊ ഇന്ന് ഞങ്ങള് രാവിലെ ദോശയും ഇപ്പൊ അമ്പലത്തിൽ പോയി വന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാവിലെ ദോശയും സാമ്പാറും അതുപോലെ തന്നെ റവ ഉപ്പുമാവും പഴനുറുക്കുമാണ് കേട്ടോ. ഉണക്കിയോ? അമ്മയാണെന്ന് എനിക്ക് സാമ്പാർ വിളമ്പി തരുന്നത്. പൊന്നെന്തെങ്കിലും വിളമ്പി തന്നോളൂ. ചായ തന്നോളൂ. വയ്ക്കൂ. ഉണ്ടാവില്ലേ? നല്ല കുഞ്ഞാവ് അങ്ങോട്ട് നോക്കൂ, കാണട്ടെ. കുട്ടന് പപ്പടം കിട്ടി. മളൊരു ദോശയാ. കുട്ടന് പപ്പടം കിട്ടി. എല്ലാവരും കഴിച്ചോളൂ.
സാമ്പാർ നല്ല സ്വാദുണ്ടമ്മ. അതെ, ഇഷ്ടായി. ആയോ? അതെ, ഞാൻ എരിവ് ഉണ്ടോ? ഞാൻ കുറച്ചു ഇന്നലെ കുറച്ച് അധികമായില്ലേ? ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ലേശം. എന്താണ്? ആ റെഡി. ആ കുഞ്ഞാവെ കാണാനില്ല, നോക്കട്ടെ. ആ കഴിച്ചോളൂ കേട്ടോ. അപ്പൊ എന്നാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അതെ, അപ്പൊ പാല് കുടിച്ചപ്പോ വന്നേ ഉള്ളൂ. അപ്പൊ പാല് കുടിക്കാൻ നല്ല ഇഷ്ടല്ലേ? അപ്പൊ വൈകുന്നേരം ചായയാണോ പാലാണോ കൂടുതൽ കുടിക്കുക? ആണോ? ചായ എത്രക്കുവോ? അയ്യോ, പാലാരും തരില്ലേ? എന്താ ചെയ്യാ? പക്ഷെ പറയാറുണ്ട് കേട്ടോ, പാല് മറിച്ചിക്കാൻ പറയാറുണ്ട്. ആ അപ്പൊ ഞങ്ങള് കുറച്ചു നേരം യൂനോ കളിക്കാൻ പോട്ടെ. യൂനോ കളിക്കാം. ഫസ്റ്റ് ഒരു യൂനോ കളിക്കാം. അയ്യോ പാവ കുഞ്ഞാവ് പറയണേട്ടാ, കുഞ്ഞാവ് രണ്ടും കളിക്കാൻ ആ പാവ, അത് പാവ പറഞ്ഞ് കേട്ടിട്ട് പറയണാണ്. വയ്യ, ഇവിടൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾക്ക് കളിക്കാം. ഗായ്സ്, ഇതൊക്കെ വെറുതെയാണ്. വീട്ടിൽ ഒരു പണി ചെയ്യാത്ത അമ്മുവാണ് ഈ ചെയ്യുന്നത് കേട്ടോ. വയ്യ, പക്ഷെ നല്ല പരിചയമുള്ള പോലെ ഉണ്ടല്ലോ അമ്മ. ഞാൻ വിരിച്ചിടാറേ ഇല്ലല്ലോ. വിരിച്ചിട്ടില്ല മാത്രം അറിയാമോ. ഞങ്ങളിവിടെ യൂനോ കളിച്ചോണ്ടിരിക്കാം. 10. ഹലോ, എന്റെ അടുത്തില്ല. 10. അതെ, കുഞ്ഞിന് കളിക്കാറില്ലല്ലോ. വലുതായിട്ട് നമുക്ക് കളിക്കാം. ഏത് പാവക്കുട്ടിയാ? അയ്യോ, അതിനെടുക്കാൻ കിട്ടില്ല കുഞ്ഞോ. നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് മുത്തശ്ശി സേമിയ പായസം ഉണ്ടാക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ അവസ്ഥ എന്താണ് പോയി നോക്കട്ടെ കേട്ടോ. സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല പായസത്തിൻ്റെ വാസന വരുന്നുണ്ട്. ആ മുത്തശ്ശിയെ, പായസപ്പണിയില്ല? എന്താണ് അവസ്ഥ? അയ്യോ, കുറുകണം അല്ലേ? കുറുകണേ ഉള്ളൂ. തിളച്ചിട്ട് കുറച്ച് നേരമായി, കുറച്ചൊരു 10 മിനിറ്റ് കൂടി വേണം. അങ്ങനെ കാണിച്ചോ മുത്തശ്ശി, എന്താ നോക്കട്ടെ. ആ അടിപൊളി തന്നെ. ഇതൊന്നും കൂടെ വേവാണ്ട് അല്ലേ? എന്നിട്ടൊന്ന് കുറുകി വരാണ്ട്. ഇതിൽ വേറെ എന്തൊക്കെയാ മുത്തശ്ശി ചേർത്തിരിക്കണേ പറഞ്ഞോളൂ. പിന്നെ വേറെ ചേർക്കാൻ ഇപ്പൊ എന്താ, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടുക, ഏലക്കായ പൊടിച്ചു കൂട്ടുക, പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടാ പിന്നെ വേവില്ലേ. ഓ അങ്ങനെ ഉണ്ടല്ലേ? വേവാൻ താമസാവും. അപ്പൊ സേമിയ എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ഇടാറുള്ളത്. പിന്നെ മിഠായി മേറ്റ് പോലത്തെ എന്തോ ഒരു സംഭവം കണ്ടു. മിഠായി എവിടുന്ന ഉണ്ട്? ഇതാ അവിടെ ഉണ്ടായിരുന്നു. ഇത് മുത്തശ്ശി ചേർക്കാറുണ്ടോ? കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ചേർക്കൂല്ലേ? കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് മധുരവും. ഇത് വെറുതെ തിന്നാൻ തന്നെ ഇഷ്ടം എല്ലാവർക്കും. ഇതാ നമ്മളുടെ ഈ ഒരു മിഠായി മേറ്റൊക്കെ ചേർത്തിട്ടാണ് മുത്തശ്ശി സേമിയ പായസം ഉണ്ടാക്കുക. ചിലപ്പോൾ മുത്തശ്ശിക്ക് തോന്നണം, ചിലപ്പോൾ മുത്തശ്ശിക്ക് സാധാ നോർമൽ പിങ്ക് കളറാവും അല്ലേ? ആ അതെ അതെ, പിങ്ക് പാലട. അപ്പോൾ ഏതായാലും സേമിയ പായസമൊക്കെ ആയിക്കൊണ്ടിരിക്കട്ടെ. അവിടെ അമ്മ പറഞ്ഞു അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു അവിയലും കൂടെ വെക്കാണ്ട് അല്ലേ? ആ അതെ. ആ ഇതാണല്ലേ കത്ത്. മുത്തശ്ശി ഇന്ന് പുതുവർഷമായിട്ട് എന്താ പ്രാർത്ഥിച്ചത്? പറയാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന. ആ ആയിക്കോട്ടെ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് ഹെയർ ഓയിൽ കൊറിയർ ചെയ്യാനുണ്ട്. അപ്പൊ അമ്മ അതിന്റെ പണിയിലാണ് അല്ലേ അമ്മേ? അമ്മ അവിയൽ സ്പെഷ്യലിസ്റ്റ് ആണ്. പായസം ഒരുവിധമായി, ഇനിയിപ്പോ അതൊന്ന് കുറുകാനുണ്ട്, ഇത്തിരി വേവാനും ഉണ്ട്. ഓ നോക്കട്ടെ, കാണാല്ലേ കേട്ടോ.
അല്ലല്ല. അല്ലല്ലോ. ഉം. ആ പുറത്തെ തൊലിന്റെ അത് പുറത്തെ തൊലിയുടെ അത് കുഴപ്പമില്ല. ഓ അയ്യോ അത് വേണ്ട, അത് നല്ല കത്രികയല്ല കുഞ്ഞോ. അല്ല അതൊരു ഭംഗി ഉണ്ടാവില്ല. അമ്മ ഇപ്പോൾ കത്തി വെച്ചിട്ട് അരി. അയ്യോ അതിലൊക്കെ ഉണ്ടാ. ആ അത് ഇങ്ങോട്ട് തന്നെ ഇട്ടിട്ട് ഈ സാധനം നമുക്ക് മാറ്റി വെക്കാം. ആ ആ ഇങ്ങനത്തെ ഉപ്പേരി ഇഷ്ടാണോ? അമ്മു എന്താ പണി? തിരക്കിലാണോ? ബീൻസ് അരിയ. ആ പൊന്നു ഇവിടെ ആണോ? അയ്യോ അതന്നെ ഞാൻ പൊന്നെ കണ്ടോ തീർത്ത് കളയും. കുട്ടിത്താറാവ്. ആ കുഞ്ഞിത്താറാവ്. ഓ ആയിക്കോട്ടെ. എന്നാ ശരി, അമ്മ പോയി അവിയൽ ഉണ്ടാക്കൂ. അവിയൽ സാമ്പാർ പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമായി. എന്നാ ആയിക്കോട്ടെ കേട്ടോ. പൊന്നു കേൾക്കാതിരിക്കണ്ട, ഞാൻ കേട്ട് കേട്ടോ. അങ്ങനെ ഓപ്പോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പോണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് ഇവര് പോവാണ്. സങ്കടം ഉണ്ട് കേട്ടോ. ഞാൻ മാക്സിമം നോക്കും. നിങ്ങള് മെസ്സേജ് ചെയ്യൂട്ടോ എപ്പോഴാ അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളത്. നീ ഗുരുവായൂർക്ക് അടുത്ത മാസം ഞങ്ങൾ ഗുരുവായൂർ അടിച്ചു പൊളിക്കോ. സമയം സത്യം പറഞ്ഞ ഭയങ്കര സങ്കടം തോന്നുന്നു കേട്ടോ. ഇല്ല 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 ശരി.